ഹായ്, ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചാല് ഞാനിവിടെ ട്രിവാൻഡ്രം ഒപ്റ്റോമെട്രി ഡിപ്ലോമ സ്റ്റുഡന്റ് ആയിരുന്നേ. അപ്പൊ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോ ഞാൻ 2023-25 ബാച്ചാണ്. ഞങ്ങളുടെ മാഡം ഉണ്ട്, സീനാകുമാരി എന്ന മാഡത്തിന്റെ പേര്. മാഡം ഈ മന്ത് റിട്ടയർഡ് ആവുകയാണ്. അപ്പൊ ഇന്ന് മാമിന് ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനാണ് പോകുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ പൊതുവെ ലേറ്റായിട്ട് എല്ലായിടത്തും ചെന്ന് കയറാറുള്ളൂ. എന്ത് ചെയ്യണം, ശീലമായിപ്പോയി. അപ്പോ അതിനന്ന് പോകുന്നേ. അപ്പൊ നമുക്ക് ഗെറ്റ് റെഡി വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ ഞാനിന്ന് ഈ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. കയ്യിൽ അലർജി കാണാമോ? എന്തോന്ന് പറ്റിയെന്ന് അറിഞ്ഞു. കയ്യിൽ അലർജി. ഒരുങ്ങാം. ഇതാണ് എൻ്റെ. മഴയായോണ്ട് വാരി പൊത്തിക്കൊണ്ടൊന്നും പോവേണ്ട കാര്യമില്ല. ഒലിച്ചെല്ലാരും ഇറങ്ങും. അതുകൊണ്ട് today we are going to do simple makeup, like just filling my eyebrows and lipstick ഇടുന്നു, പോകുന്നു. ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് കാക്കയാണ്. ആട്ടുകുട്ടി ഇടയ്ക്കുണ്ട്, കേൾക്കാമോ ഉണ്ട്. ഐബ്രോസ് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വാരിയിടാം മുഖത്ത്. തലമുടി കെട്ടാം. വൃത്തിക്ക് നമുക്ക് മുടി വാരി കെട്ടാം. ഇനി നമ്മള് ആദ്യം മുടി കെട്ടുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് മുടി കോംബ് ചെയ്യുക. എനിക്ക് നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാനും എൻ്റെ ബ്രദറും കൂടി അടിയിൽ കൂടിയപ്പോൾ ആ മുടി ചുറ്റിപ്പിടിച്ചടിച്ച് അന്ന് ഞാൻ മുടി വെട്ടി. എന്നിട്ട് പിന്നും ഞാൻ വളർത്തി. പിന്നെ ഡിപ്രഷൻ കയറിയപ്പോൾ വീണ്ടും വെട്ടിക്കളഞ്ഞു. സോ മുടി ഇങ്ങനെ എടുക്കുക. ഇത് ഇസ്തിരി കൊണ്ടതും അതിന് താഴെ ആക്സിഡന്റ് പറ്റിയും. ഹെയർ സ്റ്റൈൽ വേണ്ട, നമുക്ക് ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, ഇതിനെ അങ്ങോട്ട് എടുക്കുക. Yeah. ഇനി നമ്മൾ ചെയ്യുമ്പോൾ കമ്മലിടാനാണ്. നമ്മളിതാണ് ഇടുന്നത്. ഇത് എനിക്ക് സ്നേഹ എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചപ്പോൾ കമ്മലാണ്. ഞാൻ ഇതുവരെ കളഞ്ഞില്ല. ഇനി സാന്ദ്ര മേടിച്ചു തന്നതുണ്ട്, ശ്രുതി മേടിച്ചു തന്നുണ്ട്. എപ്പോഴാണെന്നറിയോ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് 2024. ഈ കമ്മലിൻ്റെ പിറകിലൊരു വൻ സ്റ്റോറി ഉണ്ട്. ഞാനും ഒരാളും കൂടി അടികൂടിയപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ അടിച്ചു തന്നു. എന്നിട്ട് ഈ കമ്മൽ തറവിന് പൊട്ടിപ്പോയി. ഞാൻ മിണ്ടാണ്ടിരുന്ന അയാളോട്. ഞാൻ പറഞ്ഞു, കമ്മല് മേടിക്കാത്തതുകൊണ്ട് ഇനി എൻ്റെ അടുത്ത് മിണ്ടരുതെന്ന്. മേടിച്ചോണ്ട് തന്ന്. സൺസ്ക്രീൻ കണ്ണിലൊക്കെ ഇട്ട് കൊടുക്കണം. പാവം, കണ്ണിന് പ്രൊട്ടക്ഷൻ കിട്ടും.
നമുക്ക് ഒരു അമ്മു, ഒരു വാവ, ഒരു ആദിത്യ. എൻ്റെ ബ്ലഷ്, എൻ്റെ ഇൻസൈറ്റിൻ്റെ ബ്ലഷ് പോയി ഗൈസ്. ഉണ്ട് നമുക്ക് ലിപ്സ്റ്റിക്. ഇത് തന്നെ ലിപ്സ്റ്റിക് വെച്ച് ബ്ലഷ് ഇടാം. ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പ് ഇട്ടോ എന്ന് ചോദിച്ചാൽ മേക്കപ്പ് ഇട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ പിന്നർ മിനി പോക്കറ്റ് ലിപ്സ്റ്റിക് ഇടാം. ഓക്കെ, നമുക്ക് ഈ കളർ ഇടാം. എന്തുവാ ഇത്? നല്ല ഭയങ്കരമായിട്ട് കിടക്കട്ടെ, 10 പേരെ അറിയട്ടെ ലിപ്സ്റ്റിക് ഇട്ടത്. ബാക്കിയൊക്കെ നമുക്ക് ബ്ലഷ് ഒന്നും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം. അയ്യോ, ഞാൻ ലിപ് ലൈനർ പറഞ്ഞില്ല. പിന്നെ എൻ്റെ കണ്ണെന്നുള്ള വലിയ കണ്ണായത് കൊണ്ട് ഇവരെന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ണാണ് എൻ്റെത്. മലയാളക്കരയിൽ ആർക്കേലും ഉണ്ടോ ഇതുപോലത്തെ കുഴിയിൽ കണ്ണ്? പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതി, എൻ്റെ ഫേസ് ഫുള്ളി ചേഞ്ച് ആവും. കണ്ടോ, സിമ്പിൾ. കഴിഞ്ഞ വർഷം ഒരു സർജറി ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിലാണ് യൂട്യൂബിൽ ചുമ്മാ വേറെ പണിയില്ലാത്തതുകൊണ്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഇപ്പോൾ 1 വർഷമായിട്ടുണ്ടാവും ഞാൻ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ട്. പക്ഷേ ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ സൂപ്പറായിരിക്കും. ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ സൂപ്പറായിരിക്കും. അമ്മയുടേത്, എൻ്റെത്, രണ്ടും തമ്മിലൊരു ബന്ധമില്ല. എനിക്കാണെങ്കിൽ പണ്ട് ഈ കയ്യിൽ വളയൊന്നും വാരിയിടുന്ന ഇഷ്ടമൊന്നുമില്ല. പറയുമ്പോൾ നമുക്ക് വാച്ചുണ്ട് ഗൈസ്, വാച്ചിടാം. വാച്ച് ഇടാൻ മടിക്കണം. എന്തെന്ന് വെച്ചാൽ വാച്ച് കെട്ടാറുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു മെറ്റൽ വാച്ച് മേടിച്ചത്. മെറ്റൽ വാച്ച് ഇങ്ങനെയൊക്കെ ഇട്ട് എഗെയിൻ ഭാവേരെ നടിച്ചു മാറ്റിയ, ചുമ്മാ ഭാവ തന്ന് നടിച്ചൊന്നും മാറ്റിയില്ല. ഭാവേരെ മാല. എനിക്ക് മാലയൊക്കെ ഉണ്ട്. ചതിച്ചയാ ഇങ്ങനെയായിടാവുള്ളൂ. കെട്ടിമേളം കെട്ടിമേളം. ഓക്കെ, ഇനി വാട്ട് വി മിസ് ഈസ് പൊട്ട്. നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത് ഗൈസ്, എനിക്ക് 510 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഇടുമ്പോൾ അത് 500 പേരിൽ കൂടുതൽ കാണുമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും ഞാൻ വല്ല റീൽസ് ചെയ്ത് ഹിറ്റായ ആളായിരിക്കണം, അല്ല എങ്ങനെയെങ്കിലും വൈറലായ ആളായിരിക്കണം. ഗൈസ്, വൈ ഡിഡ് യു സപ്പോർട്ട് മീ? ഐ ഡിഡ്ന്റ് നോ. പക്ഷേ എനിക്ക് സത്യം പറയാം, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ ഇത്രയും പേരിലെത്തിയെന്ന് വിചാരിക്കുമ്പോൾ
ലൈക്ക് ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഞാനങ്ങനെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ. പക്ഷേ ഗോഡ്സ് ഗ്രേറ്റ്, ശരിയായി. ഐ എം സോ ഹാപ്പി. കരഞ്ഞേ ഇല്ല, കണ്ണൂരും തോന്നി. നമുക്ക് പോയിട്ട് വരാം. പാൻറ് ഇട്ടില്ല, പാൻറ്റും കൂടി ഇട്ടിട്ട് ഞങ്ങൾ പോയിട്ട് വരാം. ബൈ. രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ പോയേക്കുവാ. ഇതാണ് എൻ്റെ അത്രമേൽ പ്രിയപ്പെട്ട കൂട്ടുകാർ. ആരും പേരെടുത്ത് പറയണില്ല, വിഷമായാലോ. പടി ഒന്ന് ചിരിക്കടി. ആടായിരിക്കും വരുന്നത്. ഇവർ പലരും പല സ്ഥലത്തുള്ളതാ. അപ്പോൾ എല്ലാവരും ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പോകാൻ റെഡിയാവുകയാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോട് നിൽക്കുമ്പോഴായിരിക്കുമല്ലോ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുക. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാവരും നോക്കി എന്ത് ഹാപ്പിയാണ്. ഒരു റീലെടുക്കാൻ പ്ലാൻ ചെയ്തതാ. 50 ടേക്ക് എടുത്തിട്ടും ബാലൻസ് ആയില്ല. Two hours later. It was at this moment that he knew he fucked up. ഇതാണ് ഞങ്ങൾ മാഡത്തിന് കൊടുത്ത ഗിഫ്റ്റ്. അതാണ് ഞങ്ങളുടെ മാഡം, ആ പിങ്ക് സാരി. പിന്നെന്താ, എൻ്റെ ഫോണിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും അധികം എടുക്കാൻ പറ്റില്ല, വേറെ ആരുടെയും ഫോണിലാണ് എടുത്തത്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. പാരട്ട കാക്ക ഗൈസ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ കാണണ്ട, നിർബന്ധമില്ല. എൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. ബൈ ബൈ.